ഹലോ ഗൈസ്, സെക്ഷൻ 8 ഡ്രാമയുടെ 14ാമത്തെ എപ്പിസോഡാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ വീഡിയോ ഇടാൻ ലേറ്റായത് എൻ്റെ ഫോണിലെ നെറ്റൊക്കെ തീർന്നായിരുന്നു. ഇപ്പം ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ശബ്ദമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ജെ ആണെങ്കിൽ ആ റോട്ടിൽ വിഷമിച്ചിരിക്കുന്ന കാര്യം കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ജെ അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ പേഴ്സ് എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ അവൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അവളിങ്ങനെ എന്താ നീ പറയുന്നതിന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അവളാണ് ഒരടിയും കൊടുത്തിട്ട് നീ ഉറക്കെ പറയുക, എനിക്ക് മനസ്സിലാവേണ്ടത് നീ ചുമ്മാ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേനും പേഴ്സ് ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. പേഴ്സിയാണെങ്കിൽ ചുമ്മാ പറയും പോലെ ഇങ്ങനെ ചുണ്ട് വെച്ച് ഇങ്ങനെ കാട്ടു മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഴ്സിയാണ് നമ്മുടെ ജയച്ചനെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവിടെയാണെങ്കിൽ ഫുൾ ആളുകളാണേ. അപ്പോൾ അവളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേനും ഒരു പുള്ളി ഇറങ്ങി വരും. ഒരു ഗ്യാങ്സ്റ്റർ പോലത്തെ ആളാണേ. അയാളാണെങ്കിൽ ഇങ്ങനെ ജയനെ പേഴ്സിനെ വിളിച്ചുകൊണ്ട് പോകും. അപ്പം നമ്മുടെ ടൈഗർ ഇല്ലേ, ആ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ അത്. അപ്പം നമ്മുടെ ജയനെ ടൈഗറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവർ രണ്ടുപേരും ചെല്ലുമ്പോഴത്തേനും ജയനെ വലിയ കാര്യത്തിന് ആ പുള്ളി കെട്ടിയൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ജയ പയ്യെ മാറുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ പേഴ്സിനെ കണ്ടിട്ട് പറയും, നീ ഏഞ്ചലോടെ കൂട്ടത്തിലുള്ളൊരു ചെറുക്കനല്ലായിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. നിൻ്റെ പേരെന്തായിരുന്നു? പേഴ്സി അല്ലേ എന്ന് പറയും. ഒരു ലോക്കർ തുറന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മദ്യത്തിൻ്റെ കുപ്പി എടുക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ജയ ഇങ്ങനെ പറയും, ഞാൻ താഴത്തോട്ട് നോക്കട്ടെ, എനിക്ക് ബോറടിക്കുമെന്ന് പേഴ്സിയോട് പറയുമ്പോഴത്തേനും പേഴ്സി ആണെങ്കിൽ ദേഷ്യം നിൽക്കുന്നുള്ളതാണൊക്കെ പറയും കേട്ടോ ഇവിടെ. അപ്പോഴത്തേനും മറ്റേ ടൈഗർ പറയും, അവൾ പോട്ടെ, അതിനിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബാർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചുറ്റിന് ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിരുന്നു ഈ ടൈഗർ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾ താഴത്തോട്ട് പോകും. അപ്പോൾ അസിസ്റ്റൻറ്റിനെയും കൂട്ടിയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ വെയിറ്ററിനോട് ജയ എന്ത് ചോദിച്ചാലും കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് പുള്ളി പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഇരിക്കുക. അപ്പോൾ അവൾ ബാക്കിയുള്ളവർ ഡാൻസൊക്കെ കളിക്കാനായിട്ട് അവൾക്കും തോന്നും, എനിക്കെന്താ ഇങ്ങനെ ഇതുപോലെ സന്തോഷിക്കാൻ പറ്റുന്നത്, എൻ്റെ മനസ്സ് ഫുള്ള് സങ്കടം, എനിക്ക് ഇവരെപ്പോലെ സന്തോഷിക്കാൻ പറ്റില്ല, അങ്ങനെ എങ്ങനെയാണെന്ന് അവളിങ്ങനെ ആലോചിക്കുകയാണേ. ഇത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വെയിറ്ററാണെങ്കിൽ അവളിങ്ങനെ നോക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. എന്നിട്ട് അവൾ യൂണിഫോമിലോട്ട് നോക്കുമ്പോഴത്തേനും പുള്ളി ഇങ്ങനെ തുറച്ച് നോക്കും കേട്ടോ. അപ്പോഴത്തേനും അവൾക്ക് മനസ്സിലായി യൂണിഫോം കണ്ടിട്ടാണ് കുഞ്ഞു കുട്ടിയെന്ന് അറിഞ്ഞിട്ടാണ് അവളിങ്ങനെ ഓർത്ത് വെക്കും കേട്ടോ. എന്നിട്ട് അവൾ പറയും, ഞാൻ കുഞ്ഞു കുട്ടിയൊന്നുമല്ല, എനിക്ക് തന്നോളാം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവളുടെ അടുത്ത് വയ്ക്കും, നിനക്ക് എന്താ വേണ്ടേ? അപ്പോൾ അവൾക്കാണെങ്കിൽ ഈ മദ്യത്തെ പറ്റി ഒന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ അവളാണെങ്കിൽ ആലോചിക്കും, പറയും, ഈ ഹാർട്ട് ബ്രോക്കൺ ആയവർക്ക് എന്താ കൊടുക്കുന്നത് വെച്ചാൽ അതെനിക്ക് മതി. അപ്പോൾ ആ പുള്ളിക്കും ചിരി വരുന്നുണ്ട് ഇവൾ പറയണ കേട്ടിട്ട്. അപ്പം അവൾക്കാണെങ്കിൽ എന്തോ എടുത്ത് കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ളവർ കുടിക്കണമെന്ന് കണ്ടിട്ട് അവൾ അതേപോലെ ഇന്ന് കുടിക്കാൻ നോക്കും കേട്ടോ. അപ്പം നമ്മുടെ ജയജയാണെങ്കിൽ അവരൊക്കെ ചെയ്യണം കണ്ട് ഇങ്ങനെ കുടിക്കും കേട്ടോ. അപ്പോഴേക്കും എന്താ അടുത്തിരുന്ന് പെങ്കൊച്ചുണ്ട്. അവളാണെങ്കിൽ ഇവളെ കണ്ടിട്ട് ചിരിക്കും, കാരണം ഇവളുടെ എക്സ്പ്രഷനൊക്കെ അതുപോലെയാണ്. അപ്പോൾ ഇവളിങ്ങനെ അത് കാട്ടണപ്പോഴത്തേനും ആ പെണ്ണിന് ചിരി വന്നിട്ട് ചിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ജയജയ്ക്ക് ദേഷ്യം വരും. അവൾ ചോദിക്കും, നീ എന്തിനാ ചിരിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവളെ മൈൻഡ് ആക്കാണ്ട് ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ അവൾ ചോദിക്കും, ആദ്യമായിട്ടല്ലേ കുടിക്കുന്നത് ചോദിക്കുമ്പോഴത്തേനും നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇടി വേണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അവൾ നമ്മുടെ ജയജയാണെങ്കിൽ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യണേ. എന്നിട്ട് നമ്മുടെ ജയ പറയും, ഇത് കുടിച്ചിട്ട് ഒന്നും ആവുന്നില്ല, കുറച്ചും കൂടി താന്ന് പറഞ്ഞിട്ട് മറ്റേ വെയിറ്ററിനോട് ചോദിക്കും. അപ്പോൾ പുള്ളി പിന്നെയും കുടിക്കും. പുള്ളി പിന്നെയും കുടിക്കുന്ന കാണുമ്പോഴത്തേനും മറ്റേ പിടിച്ചിരിക്കും. അവൾക്കാകെ കലി കയറും. അവൾക്കാണെങ്കിൽ ഇത് കുടിച്ചിട്ട് ഒന്നും ആവുന്നുമില്ല. അവളാകെ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ. അപ്പോഴേക്കും വേറെ പെണ്ണിനെ ആരൊക്കെയോ കുറേ പേര് ശല്യം ചെയ്യണ കാണും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ജയ ഓർക്കും, എന്തിനാ വെറുതെ രക്ഷിക്കാൻ പോണേ, എല്ലാവരും രക്ഷിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഞാൻ വിഷമിക്കും, വെറുതെ എന്തിനാന്ന് വിചാരിച്ച് അവളത് മൈൻഡ് ആക്കാണ്ടിരിക്കും കേട്ടോ. ലാസ്റ്റ് എന്താ നമ്മുടെ ജയയുടെ അടുത്തിരുന്ന പെണ്ണിനെ അവർ വന്ന് ശല്യം ചെയ്യും. അപ്പോഴാണെങ്കിലും ജയ ഒന്നും മൈൻഡ് ആക്കാണ്ടാണ് ഇരിക്കുന്നത്. ഒക്കെ അവരെല്ലാവരും കൂടി ജയ എടുത്തോട്ട് വരും കേട്ടോ. അപ്പോൾ ജയനെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും ജയ ഇങ്ങനെ തട്ടി മാറ്റും. എന്നിട്ട് പറയും, നീ സ്കൂൾ യൂണിഫോം ഇട്ടേക്കോ, നീ സ്കൂൾ കുട്ടിയെന്ന് ചോദിക്കുമ്പോഴത്തേനും അത് ഞാൻ സ്കൂൾ കുട്ടിയല്ല, ഞാൻ നേഴ്സറി പഠിക്കണം പറയും കേട്ടോ അവൾ. അപ്പോഴത്തേനും അവരിങ്ങനെ ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് ഏതൊരു സ്കൂളിൻ്റെ പേര് പറഞ്ഞിട്ട് പറയും, നീ ആ പാവപ്പെട്ട സ്കൂളിലെ പെണ്ണാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നും പറയും കേട്ടോ. എന്നിട്ട് നിനക്ക് എന്താ ഞങ്ങളുടെ കൂടെ നിൽക്കണോ എന്നൊക്കെ പറയും. അവളിങ്ങനെ ഭയങ്കര ശല്യം ചെയ്യാൻ തുടങ്ങും. അവൾക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജയ എന്ത് ചെയ്യും, അതെ എനിക്കൊന്ന് കുടിക്കാൻ സഹായിക്കാവോ, നിങ്ങൾക്ക് എന്താ എന്നെ ഇന്ന് സഹായിക്കാവോ, അവളും ഒരുമാതിരി ഇങ്ങനെ സംസാരിക്കും. അപ്പോഴേക്കും അവന്മാരും ഇവള് നമ്മുടെ വഴിക്ക് വരും എന്നുള്ള ആൾക്ക് നിൽക്കും. അപ്പോഴേക്കും നമ്മുടെ ജയ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ കുടിച്ച മദ്യം എടുത്ത് അവന്മാരെ മേത്തോട്ട് ഒഴിക്കും കേട്ടോ. അത് അവന്മാർ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ജയ പറയും, എല്ലാ ചെറുക്കന്മാരും ഒരേപോലെയെന്ന് പറഞ്ഞാൽ അവളെന്ത് ചെയ്യും, അവന്മാരെ ഇടിക്കുമ്പോഴത്തേനും പിന്നെ നമ്മുടെ മറ്റു ടൈഗറിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ബാക്കി അവന്മാരെ കൊണ്ടുപോകും കേട്ടോ. അപ്പം നമ്മുടെ ചേച്ചിയുടെ അടുത്തിരുന്ന പെണ്ണാണെങ്കിൽ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോകും കേട്ടോ. അവളിങ്ങനെ പറയും, അടിപൊളി, നീ ഭയങ്കര സൂപ്പറാണല്ലോ, നീ എന്നെ രക്ഷിച്ചു, താങ്ക്സ് ഒക്കെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും, ഞാൻ നിന്നെ രക്ഷിച്ചതൊന്നുമല്ല, അവന്മാർ എന്നെ ശല്യം ചെയ്തു, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവളിതൊന്നും മൈൻഡ് ആക്കാണ്ടിരിക്കുവാണേ. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ പെണ്ണിങ്ങനെ പറയണതുകൊണ്ട്. അപ്പോൾ അവളാണെങ്കിൽ അങ്ങനെ പരിചയപ്പെടും, ഞാൻ സവാന എന്ന് പറയും കേട്ടോ ആ പെണ്ണ്. അപ്പോൾ അവൾ പറയും, ഞാൻ ജയജെന്ന് പറഞ്ഞ് അവർ പരിചയപ്പെടും. എന്നിട്ട് ആ പെണ്ണ് ചോദിക്കും, നിനക്കെന്താ പറ്റി, നിനക്ക് വിഷമമാണോ, നിനക്ക് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചതിച്ചോ, നിൻ്റെ
വീട്ടിൽ പ്രശ്നമാണോ അങ്ങനെ എങ്ങനെ ഓരോന്ന് ചോദിക്കണേ. അപ്പോൾ അവൾ പറയും നിനക്കിത് അറിയേണ്ട കാര്യം എന്താ, നിനക്ക് തമ്മിലൊരു ബന്ധമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേനും അവൾ പറയും നമ്മളിപ്പോൾ ഫ്രണ്ട്സ് അല്ലേന്ന്. അപ്പോൾ അവൾ ചോദിക്കും ഫ്രണ്ട്സോ നമ്മളോ അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചീനെ പിന്നെ കുടിച്ചിട്ടും ഒന്നും ആവാത്തതുകൊണ്ട് അവളിങ്ങനെ വിഷമിച്ചിരിക്കണേ. ഇത് കാണുന്ന സവാന പറയും നീ കറക്റ്റായിട്ടുള്ള സാധനമല്ല കുടിക്കുന്നത്, നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ വെയിറ്ററിൻ്റെ അടുത്തോട്ട് ചെല്ലും കേട്ടോ. അപ്പോൾ വെയിറ്ററാണെങ്കിൽ അവിടെ വേറെ കാര്യം കൊണ്ട് ബിസി ആയിരുന്നു, അവനേതോ ഒരു പെണ്ണുമായിട്ടിങ്ങനെ സംസാരിച്ചിങ്ങനെ നിൽക്കുമായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ സവാന എന്നിട്ട് അവിടെ നിന്ന് എന്തോ വെയിറ്ററിനോട് പറയും. അപ്പോൾ വെയിറ്റർ ചേച്ചനെ നോക്കും സവാനനെ നോക്കും, എന്നിട്ട് അവൾക്ക് എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചി പറയും ഇതിൽ വിഷം എന്തെങ്കിലും ഉണ്ടോ വയ്ക്കുമ്പോഴത്തേനും നീ കുടിക്കുമെന്ന് പറയും. അപ്പോൾ അവൾ കുടിക്കില്ല ആദ്യം. എന്നിട്ട് ഈ പെണ്ണ് കുറേ പറയണോണ്ട് ഇവിടെ ദേഷ്യം കയറിയിട്ട് ലാസ്റ്റ് കുടിക്കും കേട്ടോ. കുടിച്ച് കഴിയുമ്പോഴത്തേനും അവൾക്ക് ആകെ എന്തോ പോലെ, ആദ്യം കുടിച്ച പോലെ അല്ല, അവളുടെ തല കറങ്ങുന്നു, അവളാകെ എന്തോ ആയ പോലെ, അവൾക്ക് ചുറ്റും സ്ലോ മോഷൻ ആയ പോലെ ഫീൽ ചെയ്യുകയാണേ. അവളിങ്ങനെ പറയും എനിക്കിവിടെ എല്ലാം സ്ലോ മോഷനായിട്ടാണ് കാണുന്നത് അങ്ങനെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചിക്ക് ആകെ എല്ലാ കാര്യം മറന്ന്, അവളുടെ എല്ലാ കാര്യം മറന്ന് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, അവൾ ചിരിക്കുമോ ചുമ്മാതെ. അപ്പോഴേക്കും സവാന പറയും നമുക്ക് ഡാൻസ് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും എല്ലാം മറന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഒരു കാര്യം പോലും ഓർമ്മയില്ല. അപ്പോൾ അവളുടെ ആ കെയ്ഫറായിട്ടുള്ള പ്രശ്നമൊന്നും ഓർമ്മയില്ല. അവൾ വിചാരിച്ച പോലെ അവൾ സന്തോഷമായിട്ടിരിക്കുക. അപ്പോഴേക്കും എന്താ ഒരു ചെറുക്കൻ അവളെ തുറിച്ച് നോക്കും പോലെ കാണും. അത് നല്ല ഹാൻഡ്സം ആയിട്ടുള്ളൊരു ചെറുക്കൻ. അപ്പോൾ അവളാണെങ്കിൽ നോക്കും, ഇവൻ ആരാധന നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണ് പറയും അതൊരു പ്ലേ ബോയ് അല്ലേ, അത് അവൻ്റെ പേരാ കെയ്ഫർ എന്ന് പറയും കേട്ടോ. കെയ്ഫറിൻ്റെ പേര് കേൾക്കുമ്പോഴത്തേനും അവൾക്ക് പിന്നെയും വിഷമാവും കേട്ടോ. അവൾക്ക് എല്ലാം ഓർമ്മ വരും. അവളാകെ പിന്നെയും വിഷമിച്ച് അവൾ പിന്നെ വെയിറ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഒരു ഗ്ലാസ് കൂടി തരുമോ എന്നിങ്ങനെ ചോദിക്കും. അവൾ കുടിച്ചത് വെയിറ്റർ പറയും എനിക്ക് തരാൻ കഴിയില്ലെന്ന് പറയും. അപ്പോഴേക്കും സവാന പറഞ്ഞിട്ട് അവൻ വെയിറ്റർ കൊടുക്കും കേട്ടോ. അപ്പോഴത്തേനും അവൾ പിന്നെയും കുടിക്കും. കുടിച്ച് കഴിയുമ്പോഴത്തേനും അവൾക്ക് പിന്നെ എല്ലാം മറന്ന് അവൾ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ലാണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുക രണ്ടുപേരും, ഒന്നും അറിയാതെ അവർ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴേക്കും വേറൊരു ചെറുക്കൻ ഇങ്ങനെ നടന്നു വരുന്നതാണ് കേട്ടോ. ഒരു ബ്ലൂ ഐസാണ് അവന്. അപ്പോൾ ബ്ലൂ ഐസ് ഇങ്ങനെ ഈ ലൈറ്റിൽ നല്ലപോലെ തിളങ്ങുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇവള് പറയും ഇവൻ ഭയങ്കര ഹാൻഡ്സം ആണല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേനും ആ ചെറുക്കൻ വന്നിട്ട് നമുക്ക് മതി വീട്ടിൽ പോകാമെന്ന് പറയും. അപ്പോഴേക്കും അവൾ നീ എന്തിനാ എന്നെ വീട്ടിലോട്ട് വിളിക്കുന്നത്, നീ ആരാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേനും അവൻ തലക്കൊട്ടൊരു ഒറ്റടി കൊടുക്കും കേട്ടോ. അപ്പോഴേക്കും അവൾ എൻ്റെ തല പോയെന്ന് പറയുന്നത് കരയുവാണേ. അത് കഴിഞ്ഞ് അവൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ പേഴ്സി നീ ആയിരുന്നു ചോദിക്കും. അപ്പോൾ പേഴ്സി പറയും ഇപ്പോഴേക്കും എന്നെ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ഒരുമാതിരി പുച്ഛിച്ചിട്ട് അവൻ പറയും നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയും കേട്ടോ. അവൾ പറയും കഷ്ടം ഇനി വീട്ടിലോട്ട് പോകണമല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.